ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് കാരോലിൻ ഷെർവിൻ ബെയ്ലി എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റാണ്. പിന്നെ റൈറ്ററാണ്, സോങ് റൈറ്ററാണ്. കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. അറിവിനും പിന്നെ എക്സ്പീരിയൻസിനും വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്നത്, ലോകം കാണുന്നത്. But sometimes the best experience are right under their noses and they are unaware of it. പക്ഷേ ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് ചില സമയങ്ങളിൽ അവരുടെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ ഉണ്ടാവും. അവരെന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് അറിവ് ഇല്ലാത്തവരായിരിക്കും. Here is an example of a little boy who explored his surroundings to find out a little round red house. ഒരു ലിറ്റിൽ ബോയ് തന്റെ വീടിന്റെ ചുറ്റുപാട് നടന്ന് ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടുപിടിച്ച ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ വായിക്കാൻ പോകുന്നത്. On a cold, rainy and windy Saturday in October, a little boy was born. ഒക്ടോബറിലെ ഒരു തണുത്ത മഴ പെയ്യുന്ന കാറ്റുള്ള ഒരു ശനിയാഴ്ച ദിവസം ഒരു ലിറ്റിൽ ബോയ്, ഒരു കൊച്ചുകുട്ടി ബോറടിച്ചിരിക്കുകയാണ്. He went down to the kitchen where his mother was reading the newspaper and he said, "Mom, I don't know what to do. I am bored." അവൻ എന്ത് ചെയ്തു, അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി, കിച്ചണിലോട്ട്. അമ്മ അവിടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചെന്ന് പറഞ്ഞു, അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് വളരെയധികം ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. His mother looked up from her paper and smiled. "Why don't you draw a picture with your new crayons?" അമ്മ പേപ്പർ വായിക്കുന്നത് നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നീ നിന്റെ പുതിയ ക്രയോൺ വെച്ച് ഒരു പടം വരച്ചുകൂടാ? "I already drew 100 pictures," he said. "I am bored." ഞാൻ ഏകദേശം 100 കണക്കിന് പിക്ചേഴ്സ് നേരത്തെ വരച്ചു കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് വളരെയധികം ബോറടിക്കുന്നു. "Well, why don't you read one of your new library books?" she suggested. അമ്മ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് ഒരു ലൈബ്രറി ബുക്ക് വായിച്ചുകൂടെ, പുതിയതായി ഒരെണ്ണം. "I already read all of my books 1,000 times. I am bored," he said. എന്റെ ബുക്സ് എല്ലാം ഞാൻ 1000 തവണ വായിച്ചു കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് വളരെയധികം ബോറടിക്കുന്നു. "How about playing with your toys?" she said. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ടോയ്സ് വെച്ച് തന്നെ കളിച്ചുകൂടാ? "I already played with 1,000,000 toys. I am bored." ഞാൻ 1,000,000 ടോയ്സുമായിട്ട്, 1,000,000 വെച്ചാൽ 10 ലക്ഷം, അതായത് ലക്ഷക്കണക്കിന് ടോയ്സുമായിട്ട് കളിച്ചു കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് വളരെയധികം ബോറടിക്കുന്നു എന്നാണ് ബോയ് ഇവിടെ പറഞ്ഞത്. Most of the time, mothers don't like it when their children say they are bored. ഏകദേശ സമയത്തും കുട്ടികൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് അത് ഇഷ്ടപ്പെടില്ല. I was never bored when I was your age. I was never bored when I was your age, they say. Though this can't be true, can it? അതായത് കുട്ടികൾ ബോറടിക്കുന്നു എന്ന് അമ്മമാരോട് പറയുന്ന സമയത്ത് അമ്മമാരെ പറയുന്നത് എന്തെന്ന് വെച്ചാല്, നിന്റെ പ്രായത്തിൽ എനിക്ക് ബോറടി തന്നെ വന്നിട്ടില്ല. അത് സത്യമായിരിക്കും ഇല്ലേ എന്നാണ് ചോദ്യം. The little boy's mother thought for a bit and then she said, "I remember one day when I was your age, I was bored." എനിക്ക് ഓർമ്മ വരുന്നു, അതായത് അമ്മ കുറച്ചു നേരം ചിന്തിച്ച് പറഞ്ഞു, എനിക്ക് ഓർമ്മ വരുന്നു, നിന്റെ പ്രായത്തിൽ എനിക്കും ഇതേപോലെ ഒരു ബോറടിച്ച സമയമുണ്ടായിരുന്നു. "My mother, your grandmother, sent me out to search for a strange little house." എന്റെ മദർ, അതായത് നിന്റെ ഗ്രാൻഡ് മദർ, അമ്മൂമ്മ, ഒരു വിചിത്രമായ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. "If you would like, I can tell you just what she told me to do." നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ അമ്മൂമ്മ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാം, നിന്നോട് പറയാം. The little boy looked up. His mother was bored once. That was interesting. ഇത് കേട്ടതും അവൻ അവന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അതായത് അമ്മയ്ക്കും പണ്ട് ബോറടിച്ചിരുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യണം, അവന്റെ അമ്മയുടെ മുഖത്ത് നോക്കുകയാണ്. She said, "First, you need to put on your raincoat and your hat and your scarf and your mittens and your boots." അമ്മ പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യണം, നിന്റെ റെയിൻകോട്ട്, ഹാറ്റ്, സ്കാർഫ്, ചെറിയ ഷോളാണ്, ആൻഡ് യുവർ മിറ്റൻസ് എന്ന് വെച്ചാൽ കയ്യിൽ ധരിക്കുന്ന ഒരു തരം തുണി കൊണ്ടുണ്ടാക്കിയ ഗ്ലൗസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് നിന്റെ ബൂട്ട്സ്, ഷൂ പോലത്തെ വേറൊരു ടൈപ്പാണ്. ഇതൊക്കെ ധരിക്കാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, പുറത്ത് മഴ പെയ്യുന്നു എന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറത്ത് പോകണമെങ്കിൽ മഴ നനയാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ധരിക്കണം. "Then you need to go outside." എന്നിട്ട് പുറത്തേക്ക് പോകണമെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. "And then you need to walk up the block and down the block and around the block to look for that little house." എന്നിട്ട് എന്ത് ചെയ്യണം, നീ ബ്ലോക്കിന് മുകളിലേക്ക് പോകണം, ബ്ലോക്കിന് താഴേക്ക് പോകണം, ബ്ലോക്ക് ചുറ്റിക്കറങ്ങി വേണം ഈ വീട് കണ്ടുപിടിക്കാൻ. ബ്ലോക്ക് എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തെയാണ് പറയുന്നത്, ആ റോഡിന്റെ സൈഡ്, ആ സ്ഥലത്തെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. "What kind of little house?" the little boy asked.
ഏത് തരത്തിലുള്ള ലിറ്റിൽ ഹൗസ് ആണ്? ആ ലിറ്റിൽ ബോയ് ചോദിച്ചു. It's a little round red house with no windows and no doors, a chimney on top and a star in the middle, she said. ഇത് ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ആണ്. ചെറിയ ഉരുണ്ട ചുവന്ന വീടാണ്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. ഇതിന് ജനാലകളില്ല, ഡോർ ഇല്ല. എ ചിമ്മിനി ഓൺ ടോപ്പ്. മുകളിൽ എന്തുണ്ട്? ഒരു ചിമ്മിനി ഉണ്ട്. നിങ്ങൾ പഴയ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും. ഈ പുകയില്ലാത്ത അടുപ്പിന്റെ മുകളിൽ വയ്ക്കുന്ന ആ ഒരു സംഭവമില്ലേ, കുഴല്, അതിനെയാണ് പണ്ട് ചിമ്മിനി എന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. പോരാത്തതിന് ഈ വീടിന് നടുക്കൊരു സ്റ്റാറും കൂടിയുണ്ട്. അവന്റെ അമ്മ അവനോട് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് സ്റ്റേർഡ് അറ്റ് ഹർ. അവൻ അവന്റെ അമ്മയെ ഒന്ന് തുറിച്ചിങ്ങനെ നോക്കി. ഐ നെവർ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. വേർ ഈസ് ഇറ്റ്? ഞാൻ അതേപോലെ ഒരു വീട് കണ്ടിട്ടില്ല. അത് എവിടെയാണ്? His mother said, I can't tell you, but if you keep your ears open and your eyes open and you look hard, you should find it not too far from here. You won't even need to cross the street. എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല. പക്ഷേ നീ നിന്റെ കണ്ണുകളും കാതുകളും കൂർപ്പിച്ചു വെച്ചാൽ, അതായത് ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് തന്നെ, തൊട്ടടുത്ത് തന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്ട്രീറ്റ്, ഈ തെരുവ് പോലും കടക്കേണ്ടി വരില്ല എന്നാണ് അവന്റെ അമ്മ അവനോട് പറഞ്ഞത്. I will do it, he said. ഞാനത് ചെയ്യാം, അവൻ പറഞ്ഞു. He bundled up in his raincoat and his hat, his scarf and his mittens and his boots too, and set out to find the little rounded house with no windows and no doors, a chimney on top and a star in the middle. അവന്റെ അമ്മ പറഞ്ഞ പോലെ റെയിൻകോട്ടും ഹാറ്റും സ്കാർഫും മിറ്റൻസും ബൂട്ടും ധരിച്ച് ആ ലിറ്റിൽ റൗണ്ടഡ് ഹൗസിനെ കണ്ടുപിടിക്കാൻ പോയി. He walked down his long block all the way to the corner. ആ ലോങ് ബ്ലോക്ക്, ആ വലിയ ബ്ലോക്ക്, ആ വലിയ റോഡ് എന്ത് ചെയ്തു? അവൻ മൊത്തം നടന്ന് എവിടെ എത്തി? അതിന്റെ കോർണർ, അതിന്റെ മൂലയ്ക്ക് എത്തി. He saw white houses and blue houses and yellow houses and green houses. Then he saw a red house. അവൻ വൈറ്റ് കളർ വീട് കണ്ടു, ബ്ലൂ കളർ ഉള്ളത് കണ്ടു, യെല്ലോ കളർ കണ്ടു, ഗ്രീൻ കളറും കണ്ടു. അവസാനം ഒരു റെഡ് കളർ വീടും അവൻ കണ്ടു. There it is, he cried. അവൻ സന്തോഷത്തോടെ പറഞ്ഞു, അതാ അവിടെ ആ റെഡ് ഹൗസ് ഞാൻ കണ്ടു. But wait, the house was square, not round. ആ ഹൗസ് സ്ക്വയർ ആയിരുന്നു, റൗണ്ട് അല്ല. It had a chimney, all right, but also lots and lots of windows. It had a door too. അതിനൊരു ചിമ്മിനി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതിന് ഒരുപാട് ജനാലയും ഡോറും ഉണ്ട്. He couldn't tell if there was a star. The windows and had curtains on the inside. ആ വീടിന്റെ അകത്ത് ഒരു സ്റ്റാർ ഉണ്ടോ എന്ന് അവന് പറയാൻ പറ്റില്ല, കാരണം ആ വിൻഡോയിലെല്ലാം കർട്ടൻസ് വെച്ചിട്ടുണ്ട്. That can't be it, he said. അവൻ പറഞ്ഞു, ഇത് അതായിരിക്കില്ല. And continued his march around the corner, up the long block and to the next corner. എന്നിട്ട് അവൻ അവന്റെ നടത്തം കണ്ടിന്യൂ ചെയ്തു. ആ കോർണർ മൊത്തം കറങ്ങി വന്നു. എന്നിട്ട് എന്തോ ചെയ്തു? ആ ബ്ലോക്കിന്റെ മുകളിൽ പോയി. എന്നിട്ട് അടുത്ത കോർണറിലോട്ട് അവൻ പോയി. There were yellow houses and brown houses and many colored houses, but not one of them was a little rounded house with no windows, no doors, a chimney on top and a star in the middle. അവൻ യെല്ലോ കളർ വീട് കണ്ടു, ബ്രൗൺ കളർ വീട് കണ്ടു, അങ്ങനെ ഒരുപാട് കളർ വീട് കണ്ടു. പക്ഷെ അവനെ കണ്ടുപിടിക്കേണ്ട ആ ലിറ്റിൽ റൗണ്ടഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ അറ്റ് ദ മിഡിൽ, ആ ടൈപ്പിലുള്ള ഒരു വീട് അവൻ എന്ത് ചെയ്തില്ല, കണ്ടില്ലെന്നാണ് പറയുന്നത്. And he was standing on the sidewalk feeling puzzled. അവൻ എന്ത് ചെയ്യാണ്? puzzled എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയി ആ സൈഡ് വാക്കിൽ, അത് റോഡ് സൈഡിൽ നിൽക്കുകയാണ്. The little white mail truck pulled up. ചെറിയ ആ വെള്ള കളറിലുള്ള മെയിൽ ട്രക്ക്, ഈ കത്തുകൾ കൊണ്ടുപോകുന്ന മെയിൽ ട്രക്ക് എന്ത് ചെയ്യാണ്? അവിടെ വന്ന് നിന്നു. The mail carrier poked his head out of the window and said, "Little boy, are you lost?" ആ മെയിൽ കാരിയർ തന്റെ തല പുറത്തേക്ക് ഇട്ടിട്ട് ആ പയ്യനോട് ചോദിക്കുകയാണ്, അല്ലയോ കുട്ടി, നിനക്ക് വഴി മാറിപ്പോയോ, അല്ലെങ്കിൽ നീ വഴി മറന്ന് നിൽക്കുകയാണോ? Oh no, the little boy replied. I live at Ivy Rock Lane, Bridgewater, New Jersey. ഇല്ല, എനിക്ക് വഴിയൊന്നും തെറ്റിട്ടില്ല. ഞാൻ താമസിക്കുന്നത് ഐവി റോക്ക് ലൈൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സിയിലാണ്. എന്റെ വീടിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ്. That's right around the corner, the mail carrier said. No, you are not lost. അത് ഈ കോർണറിന്റെ തൊട്ടപ്പുറത്താണ്, മെയിൽ കാരിയർ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഇല്ല, നിനക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല. The little boy asked, "Do you know where everyone lives around here? I am looking for a special house." ബോയ് മെയിൽ കാരിയറിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇവിടെയുള്ള വീടുകളെല്ലാം അറിയാമോ? ഞാനൊരു പ്രത്യേക തരത്തിലുള്ള വീട് അന്വേഷിക്കുകയാണ്. The mail carrier said proudly, "Of course I do, little boy. That's my job. What house do you want to find?"
ആ മെയിൽ കാരിയർ വളരെ പ്രൗഡായിട്ട് പറയുകയാണ്, എനിക്കറിയാം ഇവിടെയുള്ള വീടുകളെല്ലാം, നിനക്ക് ഏത് വീടിനെ കുറിച്ചാണ് അറിയേണ്ടതെന്ന്. The little boy said, "My mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle." അപ്പോ അവന്റെ അമ്മ പറഞ്ഞു വിട്ടത് ഏത് വീടിനെ കുറിച്ചാണ്? Little round red house with no doors, no windows, no doors, a chimney on top and a star in the middle. ഈ ഒരു സെന്റൻസ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരുപാട് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ ഞാൻ എത്ര തവണയാണ് ഈ സെന്റൻസുകൾ, ടെക്സ്റ്റിലുള്ള സെന്റൻസുകൾ എത്ര തവണ പറയുന്നത് നോക്കുക. അതായത് ഞാൻ എത്ര തവണ പറയുന്നതല്ല, എത്ര പ്രാവശ്യം ടെക്സ്റ്റിൽ ഈ സെന്റൻസ് വരുന്നു നോക്കുക. അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. Little boy, the mail carrier said, "I have been to every house in town, but I have never seen a house like that before. Are you sure your mother isn't pulling your leg?" മെയിൽ കാരിയർ കുട്ടിയോട് പറയുകയാണ്, ലിറ്റിൽ ബോയ്, ഞാൻ ഇവിടെയുള്ള ഏകദേശം വീടുകളിലും പോയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇതേപോലൊരു വീട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മ നിന്നെ കളിപ്പിക്കുകയല്ലോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പുള്ളിങ് യുവർ ലെഗ് എന്ന് വെച്ചാൽ കായ വലിക്കുക എന്നല്ല, കളിപ്പിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പ്രഷനാണ് പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയുന്നത്. "Oh no," the little boy answered, "My mother wouldn't tease me." ഇല്ല, ആ പയ്യൻ എന്ത് ചെയ്യണം, ഉത്തരം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മ ഒരിക്കലും എന്നെ എന്ത് ചെയ്യില്ല, ഇതുപോലെ കളിപ്പിക്കില്ല. ടീസ് മീ എന്ന് വെച്ചാൽ കളിപ്പിക്കുക എന്നാണ്. She said she found the same house when she was just my age, so I know it's real. എന്റെ പ്രായത്തിൽ എന്റെ അമ്മ ഈ വീട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. The mail carrier shook his head sorrowfully and said, "Sorry, I can't help you, my friend." ആ മെയിൽ കാരിയർ ദുഃഖത്തോടെ ഈ പയ്യനെ നോക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റില്ല. "I got to be getting on my way. It's time to deliver the mail." എനിക്ക് എന്റെ വഴിക്ക് പോകണം, എനിക്ക് മെയിൽ, അതായത് കത്തുകൾ പോസ്റ്റ് ചെയ്യാൻ സമയമായി. Waving goodbye, he drove off down the roads. കൈ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം റോഡിന് താഴേക്ക് വണ്ടി ഓടിച്ചു പോയി. The little boy tromped around the next corner and down the block. ആ ലിറ്റിൽ ബോയ് എന്ത് ചെയ്തു, അടുത്ത കോർണറിലും പിന്നെ ആ ബ്ലോക്ക് ചുറ്റും എന്ത് ചെയ്തു, നടന്ന് നീങ്ങി. Every house had windows and doors. Some were red, some had chimney, but none of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. പല വീടുകളിലും വിൻഡോസും ഡോറും ഉണ്ട്. ചിലത് റെഡ് ആണ്, ചിലതിന് ചിമ്മിനി ഉണ്ട്. പക്ഷേ ഒന്നും എനിക്ക് കണ്ടുപിടിക്കേണ്ട ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ അല്ല എന്ന പയ്യൻ പറയുകയാണ്. He stopped again to think and looked up to see a police car cruising down the street. ആ പയ്യൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, മുകളിലോട്ടൊന്ന് നോക്കി ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഒരു പോലീസ് കാർ അവിടെ ക്രൂസ് ചെയ്ത് പെട്ടെന്ന് പാഞ്ഞു വന്ന് അവിടെ നിന്നു. It pulled up alongside him and a police officer poked her head out of the window. ആ വണ്ടി ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് ഒരു പോലീസുകാരി തല പുറത്തേക്കിട്ട് നോക്കി. ഇവിടെ പോലീസ് ഓഫീസർ എന്നേ കൊടുത്തിട്ടുള്ളൂ, ആണാണോ പെണ്ണാണോ എന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അതൊരു സ്ത്രീ എന്ന് പറഞ്ഞത്? ഇവിടെ ഹെർ എന്ന് കൊടുത്തിട്ടുണ്ട്, പോക്ഡ് ഹെർ ഹെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പോലീസ് ഓഫീസർ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? നമ്മുടെ നേരത്തെ ആ മെയിൽ കാരിയർ ചോദിച്ച അതേ ചോദ്യമാണ് പോലീസ് അവനോട് ചോദിക്കുന്നത്. എന്താണ്, ലിറ്റിൽ ബോയ്, നിനക്ക് വഴി നഷ്ടപ്പെട്ടോ, വഴി മറന്നു നിൽക്കുകയാണോ? Oh no, the little boy replied, I live at the Ivy Rock Lane, Bridgewater, New Jersey. നേരത്തെ ആ മെയിൽ കാരിയറോട് പറഞ്ഞ പോലെയാണ്, ഇല്ല, ഞാനിവിടെ ഐവി റോക്ക് ലൈൻ, ബ്രിഡ്ജ്വാട്ടർ, ന്യൂ ജേഴ്സിയിൽ താമസിക്കുകയാണ്. That's right around the block, the police officer said. So no, you are not lost. മറ്റേ അതേ ഡയലോഗാണ് ഇവിടെ വരുന്നത്, അതേ ബ്ലോക്കിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ നിനക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല. The little boy asked, Do you know where everyone lives around here? I am looking for a special house. I asked the mail carrier and he didn't know where it was. മെയിൽ കാരിയറിനോട് ചോദിച്ച അതേ ചോദ്യം എന്ത് ചെയ്യുകയാണ്, പോലീസ് ഓഫീസറോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാരിനെ കുറിച്ച് അറിയാമോ? ഞാനൊരു സ്പെഷ്യൽ വീട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ മെയിൽ കാരിയറിനോട് ചോദിച്ചു, അദ്ദേഹത്തിനൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. The officer said, Little boy, I know this neighborhood like the back of my hand. ഓഫീസർ പറഞ്ഞു, ലിറ്റിൽ ബോയ്, ഈ സ്ഥലം എനിക്ക് എന്റെ ഉള്ളം കൈ പോലെ, ഉള്ളം കൈയോ പുറം കൈയോ, ബാക്ക് ഓഫ് ദി ഹാൻഡ് അല്ല, പുറം കൈ ആയിരിക്കും, പുറം കൈ പോലെ അറിയാമെന്നാണ് പറഞ്ഞത്. I drive up these streets and down these streets every day, making sure things are safe around here. What house do you want to find? ഞാൻ ഈ സ്ട്രീറ്റിന്റെ മുകളിലേക്കും താഴേക്കും എന്നും എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി. നിനക്ക് ഏത് വീടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ബോയുടെ അടുത്ത് ചോദിക്കുകയാണ്.
The little boy said, "My mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle." Little boy ആ ഡയലോഗ് പിന്നെയും പറയുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞു വിട്ട വീട് ലിറ്റിലാണ്, റൗണ്ട് ആണ്, റെഡ് ആണ്, ചിമ്മിനി ഇല്ല, ഡോർ ഇല്ല, അകത്തൊരു സ്റ്റാർ ഉണ്ട്. സോറി, ചിമ്മിനി ഉണ്ട്, ഡോർ ഇല്ല, വിൻഡോ ഇല്ല, അകത്തൊരു സ്റ്റാർ ഉണ്ട് എന്നാണ് പറയുന്നത്. Little boy, the officer said, "I have been past every house in this town, but I have never seen a house like that before. Are you sure that's what your mother said?" ഓഫീസർ പറയുന്നു, ലിറ്റിൽ ബോയ്, ഈ സ്ട്രീറ്റിലെ ഓരോ വീടും എനിക്ക് നന്നായിട്ട് അറിയാം, അതേപോലെ ഒരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ അമ്മ പറഞ്ഞത് ഇത് തന്നെയാണോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നാണ് ആ ഓഫീസർ ചോദിച്ചത്. ആദ്യം മേൽക്കാരികൾ ചോദിച്ചത് അമ്മ പറ്റിക്കുന്നുണ്ടോ എന്ന്, ഇപ്പോൾ ചോദിക്കുന്നു ഓഫീസർ എന്താണ് നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണോ എന്ന്. "Oh yes," the little boy answered. "She said she found the same house when she was just my age, so I know it's real." അതേ സംഭവമാണ്, അത് ശരിയാണെന്ന് എനിക്കറിയാം, എന്റെ പ്രായത്തിൽ അമ്മ ഈ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് യഥാർത്ഥമാണെന്ന് എനിക്കറിയാം. The police officer said, "Sorry, I can't help you, buddy. I've got to be getting back to my street patrol." ആ പോലീസോട് പറഞ്ഞു, സോറി മോനെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിന്നെ സഹായിക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ സ്ട്രീറ്റ് പെട്രോളിന് പോകണം. പെട്രോൾ എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ പോലീസ് വണ്ടി ഓടി ഇവിടെ കൂടി കറങ്ങാറില്ലേ, എന്തെങ്കിലും കറങ്ങാൻ പോണല്ല, അവരെന്തെങ്കിലും ഇതേപോലെ കുഴപ്പം എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ്. അതേപോലെയാണ് ഈ ഓഫീസറും പോകുന്നത്, അതിനാണ് നമ്മൾ സ്ട്രീറ്റ് പെട്രോൾ എന്ന് പറയുന്നത്. Waving goodbye, she drove off down the road. കൈ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവര് ആ റോഡിലൂടെ അങ്ങോട്ട് പോയി. The little boy was getting discouraged. ആ ബോയ് എന്ത് ചെയ്യാണ്, ഡിസ്കറേജ്, നിരുത്സാഹപ്പെടുകയാണ്. His mother said he wouldn't even need to cross the street, but no matter how hard he looked, he could not find the house he was looking for. അവന്റെ അമ്മ പറഞ്ഞു, ഈ വീട് കണ്ടുപിടിക്കാൻ സ്ട്രീറ്റ് പോലും കടന്നു പോകണ്ടെന്ന്. പക്ഷേ ഇപ്പോ ഒരുപാട് വീട് ഞാൻ നോക്കി, എന്നിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. There was just one more house to check, and that was Mr. Fetzer's house at the end of the block. ഇനി ഒരു വീട് കൂടി നോക്കാനുണ്ട്, ഒരു വീട്ടിൽ കൂടി ചോദിക്കാനുണ്ട്. അത് മിസ്റ്റർ ഫെറ്റ്സറുടെ വീടാണ്, അത് ഈ ബ്ലോക്കിന്റെ എൻഡിലാണ് ഉള്ളത്. Mr. Fetzer had lived in the neighborhood longer than anyone. Years and years ago, there were many farmers in Bridgewater, but one by one the land had been sold and houses were built where there had once been fields of Jersey tomatoes and white corn. മിസ്റ്റർ ഫെറ്റ്സർ ഈ നൈബർഹുഡില്, ഈ അയൽപക്കത്ത് മറ്റാരേക്കാളും എന്താ പറയാ, ഒരുപാട് കാലങ്ങളെ ജീവിക്കുന്ന ആളാണ്. പല വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്രിഡ്ജ് വാട്ടർ മൊത്തം ഫാമേഴ്സ് ആയിരുന്നു, ഫാം ലാൻഡ് ആയിരുന്നു. അത് പിന്നെ ഓരോന്നായിട്ട് ആൾക്കാർ വിറ്റ് തുടങ്ങി. പണ്ട് ഇവിടെ നല്ല ജേഴ്സി ടൊമാറ്റോസ്, നല്ല ടൊമാറ്റോസും പിന്നെ വൈറ്റ് കോൺ, വെള്ള നിറത്തിലുള്ള ചോളങ്ങളും വിളഞ്ഞിരുന്നതാണ്. Mr. Fetzer's farm was the last one left in the neighborhood. He ran a small farm stand and sold the fresh fruits and vegetables he grew in his gardens and orchards. അദ്ദേഹത്തിന് എന്തോന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതാണ് ഈ നൈബർഹുഡിലുള്ള അവസാനത്തെ ഫാമിംഗ് അല്ലെങ്കിൽ ഫാം ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാർമർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരു ചെറിയ ഫാം സ്റ്റാൻഡ് നടത്തിയിരുന്നു. അതിൽ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം തന്റെ ഗാർഡനിൽ വിളയിച്ചിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ എന്താ പറയാ ഗാർഡനിൽ ഓർച്ചഡ് എന്ന് വെച്ചാൽ പൂന്തോട്ടത്തിൽ വിളയിച്ചിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം വിട്ടിരുന്നു. If anyone knows where that house is, he should, the little boy reasoned. So up he trudged to Mr. Fetzer's barn and peered inside. ഇവിടെ ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് അറിയുമെങ്കിൽ അത് ആർക്കായിരിക്കും, മിസ്റ്റർ ഫെറ്റ്സറിനായിരിക്കും. അവൻ പറയുകയാണ്. ഇതിന് എന്തോ ചെയ്തു, അവൻ മിസ്റ്റർ ഫെറ്റ്സറിന്റെ ബാണിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങി. എന്നിട്ട് അകത്തേക്ക് അവൻ എന്ത് ചെയ്തു, തലയിട്ടൊന്ന് നോക്കുകയാണ്. അതായത് മിസ്റ്റർ ഫെറ്റ്സർ ഫാമിന്റെ അകത്തുണ്ടോ എന്ന് തലയിട്ട് അവൻ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുകയാണ്. There was the farmer packing apples into boxes. He looked up. "Why, hello there, young fella. What can I do for you? Come for a taste of my apple cider." ഫാർമർ അകത്തുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ബോക്സിൽ ആപ്പിൾ വെക്കുകയാണ്. അവനെ ആര് കണ്ടു, ഫാർമർ കണ്ടു. എന്നിട്ട് പറഞ്ഞു, "ഹലോ യങ് ഫെലോ." ഇവിടെ ഫെല എന്ന് കൊടുക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഫെലോ എന്നാണ് വരേണ്ടത്. ഫെലോ എന്ന് വെച്ചാൽ നമ്മുടെ ആൾ എന്ന് പറയാറില്ലേ, ഇപ്പം കൊച്ചുപയ്യൻ, ഇവിടെ ഫെലോ എന്ന് കൊച്ചുപയ്യൻ. ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്, വരൂ എന്റെ കുറച്ച് ആപ്പിൾ സിഡർ എന്ന് വെച്ചാൽ ആപ്പിൾ ജ്യൂസ് കഴിക്കൂ. He poured a cup and handed it to the little boy. അയാൾ എന്ത് ചെയ്തു, ഒരു കപ്പിൽ കുറച്ച് ആപ്പിൾ സിഡർ ഒഴിച്ചിട്ട് അത് ആ പയ്യന് കൊടുത്തു. The little boy drank it down gratefully. Hunting for houses was thirsty work. The cider tasted sweet and tart all at the same time. അവൻ എന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടെ ആ ഡ്രിങ്ക് കുടിച്ചു. ഹണ്ടിങ് ഫോർ ഹൗസസ്, വീട് ഹണ്ട് ചെയ്യുന്നത്, വേട്ടയാടുന്നത് വളരെയധികം തേഴ്സ്റ്റി വർക്കാണ്. തേഴ്സ്റ്റി ദാഹിക്കുന്ന ഒരു ജോലിയാണ്. അവൻ എന്ത് ചെയ്തു, വളരെയധികം ടേസ്റ്റോടെ, ആ ടേസ്റ്റും
നമ്മുടെ സിഡറിന്റെ ടേസ്റ്റ് സ്വീറ്റും പിന്നെ ടാർട്ടും. സ്വീറ്റ് എന്ന് വെച്ചാൽ മധുരം, ടാർട്ട് എന്ന് വെച്ചാൽ പുളിപ്പുള്ളതായിരുന്നു. രണ്ടും എന്ത് ചെയ്തു? ഒരേ സമയത്ത് അവൻ കുടിച്ചു എന്നാണ് പറയുന്നത്. താങ്ക്സ് ഫോർ ദ സിഡർ, ദ ലിറ്റിൽ ബോയ് സെഡ്. സിഡർ തന്നതിന് നന്ദി. മിസ്റ്റർ ഫെറ്റ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. It's a little round red house with no doors, no windows, no doors, a chimney on top and a star in the middle. മിസ്റ്റർ ഫെറ്റ്സർ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ഞാനൊരു വീട് തേടുകയാണ്. വീടാണ് ഇവിടെ പറഞ്ഞത്. ചുവന്ന ഉരുണ്ട ചെറിയ വീട്, ലിറ്റിൽ ഹൗസ്. ഓക്കെ, അതിന് വിൻഡോസ് ഇല്ല, പിന്നെ ഡോർ ഇല്ല, ചിമ്മിനി ഉണ്ട്, പിന്നെ അകത്തൊരു സ്റ്റാർ ഉണ്ട്. My mother says you have lived here longer than anybody and she found the house when she was my age. So I thought you might know where it is. എന്റെ അമ്മ പറഞ്ഞു, താങ്കളാണ് ഇവിടെ ഒരുപാട് വർഷങ്ങളായി ജീവിക്കുന്നത്, അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ താങ്കളോട് ചോദിച്ചാൽ മതി. നിങ്ങൾ പുലിയാണ്, മാസമാണെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ആരെങ്കിലും സഹായിക്കാൻ താല്പര്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ ഫെറ്റ്സർ സ്മൈൽഡ്. അവിടെ മിസ്റ്റർ ഫെറ്റ്സർ എന്ത് ചെയ്തു? ചിരിച്ചു. Seems to me I remember your mother when she was just a little girl. എനിക്ക് തോന്നുന്നു നിന്റെ അമ്മയെ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഒരു കൊച്ചുകുട്ടിയായ സമയത്ത് ചെറിയൊരു കണ്ട പോലെ ഒരു ഓർമ്മ തോന്നുന്നു. Seems to me she came to find me on a day just like today. എനിക്ക് തോന്നുന്നു ഇതേപോലൊരു ദിവസം നിന്റെ അമ്മ എന്നെയും തേടി വന്നു. Seems to me that she was looking for a house too, just like the one you have described. And seems to me I knew just where to send her. എനിക്ക് തോന്നുന്നു ഇതേപോലൊരു വീടാണ് നിന്റെ അമ്മയും എൻ്റെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്. പോരാത്തത് എനിക്ക് തോന്നുന്നു എവിടെയാണ് നിന്റെ അമ്മയെ ഞാൻ പറഞ്ഞു വിട്ടതെന്ന്. The farmer walked outside and pointed to his orchards up on a little hill. ഫാർമർ പുറത്തേക്ക് വന്നിട്ട് ഒരു കുന്നിന്റെ മുകളിലുള്ള തന്റെ ഓർച്ചർഡ് എന്ന് വെച്ചാൽ ആ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു. See those trees, run up there and take a look around and I think you will find one you are looking for. നീ ആ മരങ്ങൾ കാണുന്നില്ലേ? മുകളിലേക്ക് ഓടിച്ചെന്ന് ചുറ്റും ഒന്ന് നോക്കൂ, നീ തേടുന്നത് അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. The little boy ran across the field and up the hill. He stood under one of the apple trees and looked all around. ആ ബോയ് ആ ഫീൽഡ് മൊത്തം ചാടിക്കിടന്ന് ആ കുന്നിന്റെ മുകളിലേക്ക് കയറി, എന്നിട്ട് ഒരു ആപ്പിൾ ട്രീയുടെ താഴെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ചുറ്റും ഒന്ന് നോക്കി. The wind was blowing a dancing breeze and it blew a red apple right off the tree. വിൻഡ് എന്ത് ചെയ്യുകയാണ്? ഒരു ഡാൻസിങ് ബ്രീസ് എന്ന് വെച്ചാൽ അല്പം ശക്തമായി അടിക്കുകയാണ്. അത് കാരണം ഒരു ആപ്പിൾ ട്രീയിൽ നിന്നും ഒരു ആപ്പിൾ തറയിൽ വീഴുന്നു. Thank, the apple landed at his feet. നന്ദി, ആപ്പിൾ കാലിലാണ് വീഴുന്നത്. ഇനി തലയിലാണ് വീഴുന്നതെങ്കിൽ പയ്യൻ എന്താകുമായിരുന്നു? അടുത്ത ന്യൂട്ടൺ ആകുമായിരുന്നു. ഐസക് ന്യൂട്ടൺ 2.0. Picking it up, the little boy took a closer look. ആപ്പിളിന്റെ കയ്യിലെടുത്ത് ബോയ് എന്ത് ചെയ്തു? നന്നായി നോക്കി. A little round red house with no windows and no doors, he said. അവൻ പറഞ്ഞു, a little round red house with no windows and no doors, he said, turning it and looking at its shiny round red surface. ആപ്പിളിന്റെ നല്ല ഉരുണ്ട മിനുസമാർന്ന തിളങ്ങുന്ന സർഫസിൽ നോക്കിയിട്ടാണ് അവൻ ഇത് പറഞ്ഞത്. A chimney on top, he said, touching the stem. ആ ആപ്പിളിന്റെ സ്റ്റെം, അതായത് മുകളിലെ തണ്ടിനെ പിടിച്ചു നോക്കിയിട്ടേ പറഞ്ഞു, ഒരു ചിമ്മിനിയും ഉണ്ട്. A star in the middle. പക്ഷെ നടുക്കുള്ള സ്റ്റാർ എവിടെ എന്നൊരു ഡൗട്ട് അവന് വന്നു. He put the apple in his raincoat pocket and ran all the way home. അവൻ എന്ത് ചെയ്തു? ഈ ആപ്പിളിനെ തന്റെ റെയിൻകോട്ട് പോക്കറ്റിൽ ഇട്ടതിന് ശേഷം വീട്ടിലേക്ക് പോയി. Mom, Mom, he cried, I think I found it. അമ്മേ, അമ്മേ, അവൻ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്തു? അത് കണ്ടുപിടിച്ചെന്ന്. His mother smiled when he took the apple out of his pocket and handed it to her. അവന്റെ പോക്കറ്റിൽ നിന്നും ആപ്പിൾ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ ചിരിച്ചു. I think you did too, she said. A little round red house with no windows and no doors, a chimney on top. എനിക്ക് തോന്നുന്നു നീയും അത് ചെയ്തെന്ന്. എന്താ? ഒരു little round red house, വിൻഡോ ഇല്ല, ഡോർ ഇല്ല, മുകളിൽ ചിമ്മിനി. But where is the star? he asked. പക്ഷെ സ്റ്റാർ എവിടെ? ഞാൻ സ്റ്റാർ കണ്ടില്ല. She picked up a sharp knife from the table. ടേബിളിൽ നിന്ന് ഒരു മൂർച്ചയുള്ള കത്തി എടുത്തു. Placing the apple on its side on a plate, she cut it in half, right through its middle. ആപ്പിളിന് എന്ത് ചെയ്തു? ആ പ്ലേറ്റില് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അതിന്റെ നടുവിലൂടെ കട്ട് ചെയ്തു. And there in the center was a star. അവിടെ നമുക്ക് സെന്ററിൽ എന്തോന്ന് കണ്ടു? ഒരു സ്റ്റാർ കണ്ടു. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? Oh, how wonderful! There inside the apple lay a star holding 5 brown seeds. ആപ്പിളിന്റെ അകത്തുള്ള ആ 5 വിത്തുകളെയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. It is too wonderful to eat without looking at the star, isn't it? The little boy asked to his mother.
ആ സ്റ്റാറിനെ നോക്കാതെ ഇത് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും അല്ലേ അമ്മേ എന്ന് ബോയ് എന്ത് ചെയ്യണം അമ്മയോട് ചോദിക്കുകയാണ്. യെസ് ഇൻഡീഡ് ആൻസർ ഹിസ് മദർ. അതെ എന്ന് എന്ത് ചെയ്തു അമ്മ ഉത്തരം പറഞ്ഞു. അപ്പോ പയ്യൻ കണ്ടുപിടിക്കാൻ പോയ വീട് ഏതാണ്? ഒരു ആപ്പിൾ ആണ്. ആപ്പിളാണ് ചെറിയ ഉരുണ്ട ചുവന്ന വീട് പോലെ ഇരിക്കുന്നത്. അതിന് ജനാലകളില്ല, കതകില്ല, മുകളിലൊരു ചിമ്മിനിയും അകത്തൊരു നക്ഷത്രവും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ. പിന്നെ ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.